നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്നലെ ഒഡീഷ FC വേഴ്സസ് ഹൈദരാബാദ് FC മത്സരമായിരുന്നു ISL നടന്നത്. കരുത്തരായ ഒഡീഷ FC വീണ്ടും വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ ഒഡീഷ FCക്ക് വേണ്ടി ഡിഗോ മൗറിഷോയായിരുന്നു ഗോൾ നേടിക്കൊടുത്തത്. 5 മിനിറ്റ് വ്യത്യാസത്തിൽ പഞ്ചാബ് FCയും മാത്യു തലല്ലവക ഒരു ഗോൾ അടിച്ച് മത്സരം സമനിലയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യ പകുതി 1-1 എന്ന നിലയിലായിരുന്നു അവസാനിച്ചത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഡിഗോ മൗറിഷോ മറ്റൊരു ഗോളും കൂടെ പെനാൽറ്റിയിലൂടെ നേടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ താരം ഐസക് റാൾട്ടെ എന്ന് പറയുന്ന താരവും ഗോൾ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഒഡീഷ FCക്ക് വേണ്ടി. അങ്ങനെ മത്സരം 3-1 എന്ന നിലയിൽ അവസാനിക്കുക തന്നെയായിരുന്നു. എന്തായാലും മികച്ച പ്രകടനം തന്നെയാണ് ഒഡീഷ FC നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 20 മത്സരങ്ങൾ കളിച്ച് 39 പോയിൻറ്റുമായിട്ട് ഒഡീഷ FC പോയിൻ്റ് ടേബിളിൽ 2ാം സ്ഥാനത്താണ്. ഇന്നലെ ഒഡീഷ FC വിജയിച്ചതോടുകൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഫീഷ്യലായിട്ട് തന്നെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്ത വിവരം ആരാധകരുടെ മുന്നിൽ എത്തിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്കെല്ലാം പകുതി പേർക്കെങ്കിലും അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമുള്ളൂ. അതേപോലെ തന്നെ ഇന്നത്തെ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് ഈസ്റ്റ് ബംഗാൾ FCക്കെതിരെയാണ്. ഈസ്റ്റ് ബംഗാൾ FC അത്ര മികച്ച ടീമൊന്നുമല്ല. ഈ സീസണിൽ മികച്ച പ്രകടനമൊന്നും ടീമിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ബ്ലാസ്റ്റേഴ്സ് അവസാന മത്സരങ്ങളിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളാണോ കേരള ബ്ലാസ്റ്റേഴ്സാണോ വിജയിക്കാൻ സാധ്യതയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം കൂടെ തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒരു വമ്പൻ വിദേശ സൈനികനെ കുറിച്ചുള്ള ന്യൂസ്. മെൽബോൺ സിറ്റിയുടെ സൂപ്പർ മിഡ്ഫീൽഡറായ ടെറി ആൻ്റണീസ് എന്ന് പറയുന്ന വിദേശ സൈനികൻ നടത്താൻ ഇപ്പോൾ പ്രമുഖ ISL ക്ലബ്ബ് തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഏത് ISL ക്ലബ്ബാണ് നോക്കുകയാണെങ്കിൽ പഞ്ചാബ് FC ആണ് ഈ താരവുമായിട്ട് ഇപ്പോൾ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാൻ ധാരണയിൽ എത്താൻ പോകുന്നു എന്നൊക്കെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ടെറി ആൻ്റണീസിനെ പോലെ ഒരു വമ്പൻ താരം ISLലേക്ക് വരുമോ എന്ന് കണ്ടിരിക്കാം.